പീഡനത്തിനിരയായ യുവതിയുടെ ആവലാതി കേട്ട് നിയമസഹായം നൽകേണ്ട സർക്കാർ വക്കീൽ അതിലും ക്രൂരമായി യുവതിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ കീഴടങ്ങാൻ കോടതി നിർദ്ദേശിച്ചിട്ടും ഇത് കേൾക്കാതെ മുങ്ങിയ സർക്കാർ അഭിഭാഷകനെതിരെ ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പോലീസ്. പീഡനത്തിന് ഇരയായി നിയമസഹായം തേടിയെത്തിയ യുവതിയാണ് ഇയാൾ ബലാത്സംഗം ചെയ്തത്. സംഭവത്തിൽ പ്രതിയായ മുൻ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ PG മനുവിനായിട്ടാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ 10 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ കീഴടങ്ങണം എന്നായിരുന്നു നിർദ്ദേശിച്ചത്. എന്നാൽ സമയപരിധി കഴിഞ്ഞിട്ടും ഹാജരാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കിയിരിക്കുന്നത്. പീഡനക്കേസിൽ നിയമസഹായം തേടിയെത്തിയപ്പോൾ യുവതിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി. പരാതിയുമായി സൌഹൃദം സ്ഥാപിച്ച് കൊച്ചിയിലെ ഓഫീസിലും യുവതിയുടെ വീട്ടിലുമൊക്കെ വെച്ച് ഇയാൾ പീഡിപ്പിച്ചുവെന്നും സ്വകാര്യ ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ഈ പരാതിയിൽ യുവതി ചൂണ്ടിക്കാട്ടുന്നത്. യുവതിയുടെ ഈ പരാതിയിന്മേൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഇയാളിൽ നിന്ന് അഡ്വക്കേറ്റ് ജനറൽ രാജി എഴുതി വാങ്ങിയിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രോസിക്യൂട്ടറായും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുമായിട്ടൊക്കെ മനു പ്രവർത്തിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ ഇത് ഗൌരവതരമായ കേസാണെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. പീഡനത്തിനിരയായ യുവതിയുടെ ആരോഗ്യ മാനസിക നില സംബന്ധിച്ച് റിപ്പോർട്ട് നേരത്തെ തന്നെ ഹൈക്കോടതി തേടിയിരുന്നു. ഇതുകൂടി പരിഗണിച്ചതിന് പിന്നാലെയാണ് മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. അതിനിടെ മനുവിനെ ഒളിവിൽ കഴിയാനും തെളിവ് നശിപ്പിക്കാനും സഹായിച്ചു എന്നാരോപിച്ച് മനുവിന്റെ ചില ബന്ധുക്കളെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിനെ തുടർന്ന് ബന്ധുക്കൾ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. നിയമസഹായം തേടിയെത്തിയ 26-കാരിയെ മനു ഓഫീസിലും യുവതിയുടെ വീട്ടിലുമൊക്കെ അതിക്രമിച്ചെത്തിയും പീഡിപ്പിച്ചു എന്നൊക്കെയാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ ഇത് ഗൌരവതരമായ ഒരു കേസാണെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. പീഡനത്തിനിരയായ യുവതിയുടെ ആരോഗ്യ മാനസിക നില സംബന്ധിച്ച റിപ്പോർട്ട് നേരത്തെ തന്നെ ഹൈക്കോടതി തേടിയിരുന്നു. ഇതുകൂടി പരിഗണിച്ചതിന് പിന്നാലെയാണ് മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. കേസിന്റെ വിവരശേഖരണത്തിനും വക്കാലത്ത് ഒപ്പിടുന്നതിനുമൊക്കെയായി കടവന്തറയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ എത്തിയ യുവതിയെ ഇയാൾ ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി പറയുന്നത്. മാത്രമല്ല യുവതിയുടെ വീട്ടിൽ കടന്നുകയറി ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും സ്വകാര്യ ഭാഗങ്ങളടക്കം ചിത്രീകരിച്ചുവെന്നാണ് ഈ ദൃശ്യങ്ങളിൽ പറയുന്നതും തുടർന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട്. യുവതിയുടെ പരാതിയിന്മേൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഇയാളിൽ നിന്ന് അഡ്വക്കേറ്റ് ജനറൽ രാജി എഴുതി വാങ്ങിയിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രോസിക്യൂട്ടറായും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് PG മനു. മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ പ്രതിക്ക് 10 ദിവസമാണ് സമയം നൽകിയത്. അത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ കീഴടങ്ങണം എന്ന് തന്നെയാണ് ജസ്റ്റിസ് P ഗോപിനാഥ് ഉത്തരവിട്ടതും. കീഴടങ്ങിയതിന് പിന്നാലെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുമ്പോൾ ജാമ്യാപേക്ഷ കാലതാമസം കൂടാതെ പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പ്രതിക്ക് അഭിഭാഷകനാണെന്ന പരിഗണന നൽകാനാകില്ലെന്നും മനുവിനെതിരായുള്ള ആരോപണം ഗുരുതരമാണെന്നും ഇക്കഴിഞ്ഞ നാളിൽ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അതിജീവിതയുടെ ശാരീരിക മാനസികാവസ്ഥ സംബന്ധിച്ച് ഡോക്ടറുടെ റിപ്പോർട്ടടക്കം കോടതി തേടി. മുമ്പ് പീഡനത്തിനിരയായ യുവതി ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് തന്നെ സമീപിച്ചതെന്നും പരാതിക്കാരി ആരോപിക്കുന്ന കുറ്റകൃത്യം തന്നിൽ നിന്നുണ്ടായിട്ടില്ല എന്നുമൊക്കെയായിരുന്നു മനു മുൻകൂർ ജാമ്യാപേക്ഷ ഹർജിയിൽ വാദിച്ചത്. ജോലി സംബന്ധമായ ശത്രുതയെ തുടർന്നും തന്റെ അന്തസ്സും സൽപ്പേരും തകർക്കാനുള്ള ചിലരുടെ ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമായിട്ട് യുവതി നൽകിയ പരാതി വ്യാജമാണെന്നായിരുന്നു മനു ആരോപിച്ചത്. ഇരയായ യുവതിയെ കോടതി കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. നിയമസഹായത്തിന് അഭിഭാഷകനെ സമീപിച്ച തന്നെ അധികാരം ദുരുപയോഗം ചെയ്തും തന്റെ സമ്മതമില്ലാതെയും പീഡനത്തിനിരയാക്കിയെന്നും ജാമ്യം അനുവദിക്കരുതെന്നുമാണ് ഹർജിയിൽ ആവശ്യം. ഇയാൾ പലതവണ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നും 2 തവണ ബലാത്സംഗം ചെയ്തെന്നും ഹർജിയിൽ യുവതി ആരോപിച്ചിരുന്നു. സംഭവം പുറത്തു പറയരുതെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആളാണ് താനെന്നും പരാതി പിൻവലിക്കണമെന്നും സഹോദരനെ ഫോണിൽ വിളിച്ച് ഇയാൾ അഭ്യർത്ഥിച്ചു. ഇതിന്റെ ശബ്ദരേഖയടക്കം യുവതി കോടതിയിൽ ഹാജരാക്കി. പരിശോധന നടത്തിയ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് അപമാനമുണ്ടാവുകയും മാനസികമായി തകർന്ന അവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു. ബലം പ്രയോഗിച്ചെടുത്ത നഗ്നചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രതി പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും താനും കുടുംബവും ആത്മഹത്യയുടെ വക്കിലാണ്. ഈ സാഹചര്യത്തിൽ ഹർജിയിൽ കക്ഷി ചേർക്കണമെന്നും പ്രതിയുടെ ഫോണടക്കം സാമഗ്രികൾ പിടിച്ചെടുക്കണമെന്നുമായിരുന്നു യുവതി ആവശ്യപ്പെട്ടത്. നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെ ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ പദവിയിൽ നിന്നും PG മനുവിനെ പുറത്താക്കിയിരുന്നു. ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവയും യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈൽ ചിത്രീകരിച്ചതിന് IT ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങളുമാണ് ചോറ്റാനിക്കര പോലീസ് ചുമത്തിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.